ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻസിലെ ലാസ്റ്റ് വീഡിയോ. ആ ലാസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ലീനിയർ ഇൻഡിപെൻഡൻസ് സെക്ഷനിൽ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യം വെച്ചോണ്ടാണ്. അവിടെ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ തിയറം പറഞ്ഞു. തിയറത്തിൽ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. A set S is linearly independent if no vector in S can be expressed as a linear combination of the vectors in S. Then definition. S is linearly independent if no vector in S can be expressed as a linear combination of elements in S എന്നായിരുന്നു. പക്ഷേ അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പ്രയാസം ഉള്ളതുകൊണ്ട് നമ്മളൊരു തിയറം യൂസ് ചെയ്തു. എന്തായിരുന്നു തിയറം? S is linearly independent if and only if C1 V1 plus C2 V2 plus etc plus Cn Vn is equal to 0 implies C1 0, C2 0, etc Cn 0. ഇതിന് പ്രൂഫ് തരാമെന്നുള്ളത് നമ്മൾ ബിഗിനിങ് പറഞ്ഞു. ആ പ്രൂഫാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് എന്താ കാണിക്കേണ്ടത്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ എന്ന് കാണിക്കുക, ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കുക. സോ യു assume S is linearly independent. Linearly independent assume ചെയ്യുക. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ ദിസ് വൺ ഈക്വൽ ടു ഓരോ കോഎഫിഷ്യൻറ്റും 0 എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതേ നമുക്കിതാ കാണിക്കേണ്ടത്. C1 V1 plus C2 V2 plus etc plus Cn Vn is equal to 0 implies C1 0, C2 0, etc Cn 0. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒരു കാര്യം അസ്യൂം ചെയ്യാണ്. Assume C1 V1 plus C2 V2 plus etc plus Cn Vn is equal to 0. നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റും 0 എന്നല്ലേ കാണിക്കേണ്ടത്? നമ്മൾ അത് തിരിച്ച് അസ്യൂം ചെയ്യാം. ഇഫ് പോസിബിൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റ് നോട്ട് 0. സോ if possible let ഏതെങ്കിലും ഒരെണ്ണം, നമുക്ക് തൽക്കാലം C1 എടുക്കാം. let C1 not equal to 0. നമുക്ക് കിട്ടേണ്ടത് എല്ലാ കോഎഫിഷ്യൻറ്റും 0 എന്നാണ്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നോൺ 0 ആണെങ്കിൽ എന്താ സംഭവിക്കും നോക്കാം. C1 not equal to 0 എന്ന് എഴുതും. C1 not equal to 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാലോ? സോ C1 V1 is equal to minus C2 V2 minus C3 V3 etc minus Cn Vn എന്ന് എഴുതാലോ. ഈ ടേം മാത്രം പഠിച്ച് ബാക്കിയുള്ള റൈറ്റ് സൈഡിൽ പോയി. സോ വാട്ട് ഈസ് V1? സോ V1 is equal to minus C2 by C1 V2 minus C3 by C1 V3 minus etc minus Cn by C1 into Vn എന്ന് കിട്ടി. ഇപ്പം നോക്കിയേ, ഇപ്പം V1 ഇതൊക്കെ കോഎഫിഷ്യൻസാ. V1 is a linear combination of the other vectors ആ അല്ലേ? അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? അങ്ങനെ വന്നാൽ പ്രശ്നമുള്ളത് ദിസ് ഇംപ്ലൈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും. എന്താ നമ്മുടെ അസംഷൻ? നമ്മുടെ അസംഷൻ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? നമ്മുടെ അസംഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി പോകും. ഓക്കെ അല്ലേ? നോ കോൺവേഴ്സ്ലി ഇത് അസ്യൂം ചെയ്യാം. ഈ ഇക്വേഷൻ ഇംപ്ലൈസ് ദിസ് വൺ അസ്യൂം ചെയ്യാം. എന്ന് നമുക്ക് എന്ത് കിട്ടണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കിട്ടണം. അപ്പോൾ വീണ്ടും കോൺവേഴ്സ്ലി assume C1 V1 plus C2 V2 plus etc plus Cn Vn is equal to 0 implies C1 equal to C2 equal to etc Cn is equal to 0 എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് കിട്ടേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കിട്ടണം. നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്? ഇഫ് പോസിബിൾ S is linearly dependent. ലീനിയർ ഡിപ്പെൻഡൻ്റ് അസ്യൂം ചെയ്യാം. നമുക്ക് കിട്ടേണ്ട ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് അസ്യൂം ചെയ്യാം. എപ്പോഴാണ് ഡിപ്പെൻഡൻ്റ് ആവുക? ഇൻഡിപെൻഡൻ്റ് ആവുന്നത് നോ വെക്ടർ ഇൻ എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതേഴ്സ് ആണ്. എപ്പോഴാണ് ഡിപ്പെൻഡൻ്റ് ആവുക? ഒരു വെക്ടറെങ്കിലും മറ്റൊന്നിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് മാറണം. നമുക്ക് V1 എടുക്കാം. ലെറ്റ് V1 ലീനിയർ ഡിപ്പെൻഡൻ്റ് അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വെക്ടറെങ്കിലും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതണം. നമ്മൾ അസ്യൂം ചെയ്യാണ് ലെറ്റ് V1 അങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ അസ്യൂം ചെയ്യാം. ലെറ്റ് V1 is equal to എങ്ങനെ എടുക്കാം?
C2 V2 plus C3 V3 plus etc plus Cn Vn. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വെക്ടറിനെങ്കിലും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം. നമ്മൾ V1 എങ്ങനെ എഴുതാൻ പറ്റും അസ്യൂം ചെയ്യാം. സോ V1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ്. എല്ലാ ടേമും ഇങ്ങോട്ട് പറഞ്ഞേ. സോ V1 minus C2 V2 minus C3 V3 minus etc minus Cn Vn is equal to 0 എന്ന് കിട്ടും. അപ്പം നോക്കൂ, ഈ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കിട്ടിയില്ലേ? നമ്മളോട് അസ്യൂം ചെയ്തെന്താ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ 0 ആണെങ്കിൽ ഓരോ കോഎഫിഷ്യനും 0 ആവണം. അതല്ലാത്തൊരു ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കിട്ടുക കണ്ടോ? ഈ ലീനിയർ കോമ്പിനേഷൻ V1 V2 V3 etc ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഓരോ കോഎഫിഷ്യനും 0 ആണോ നോക്കിയേ? അല്ലാന്ന് കൃത്യമായിട്ട് പറയാം, കാരണം V1ൻ്റെ കോഎഫിഷ്യൻ ഇവിടെ എത്രയാണ്? 1 ആണ്. ഇതിന് കോൺട്രഡിക്ഷൻ അല്ലേ? സോ ഇത് എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കോൺട്രഡിക്ഷൻ therefore linearly independent. ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ എല്ലാം അപ്ലൈ ചെയ്ത റിസൾട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ കഴിയും. കൂടുതൽ കുറേ പ്രോബ്ലംസ് നിങ്ങളുടെ എക്സസൈസിലുണ്ട്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.